നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നത് പോലെ ദളപതി വിജയെ DMK സർക്കാർ BJP ആക്കി എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ? വിജയ് BJP ആകില്ലെങ്കിലും BJP കൂടി ഉൾപ്പെട്ട വിശാല പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമാകാനും അതിനെ നയിക്കാനുമുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിലേക്ക് വിജയെ തള്ളിവിട്ടത് തമിഴ്നാട്ടിലെ DMK സർക്കാരാണെന്നുള്ളൊരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല. കരൂർ അപകടത്തില് 41 പേർ മരിച്ച സംഭവത്തില് TVKയുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഒളിവിലാണ്. മാത്രമല്ല, ആ പാർട്ടിയിലെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ നേതാക്കൾക്കും എതിരായിട്ടുള്ള പോലീസ് നടപടിക്കെതിരെ മുന്നറിയിപ്പുമായിട്ട് പരസ്യമായി വിജയ് രംഗത്ത് വന്നൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് BJPയും അണ്ണാ DMKയും ദളപതിക്ക് അനുകൂലമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരുമിച്ച് ഒരു സഖ്യമായി മുന്നോട്ട് പോകണമെന്ന ഈ പാർട്ടികളുടെ ആവശ്യം ഇതുവരെ വിജയ് തള്ളിക്കളയാതിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ അത്തരമൊരു സഖ്യത്തിനുള്ള സാധ്യത എന്തായാലും തള്ളിക്കളയാൻ കഴിയില്ല. ഒരു കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് ദളപതിയുമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ MK സ്റ്റാലിനെയും അതുപോലെ തന്നെ DMKയും തോൽപ്പിക്കാൻ ഒന്നിക്കണമെന്ന് വിജയോട് മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ആവശ്യപ്പെട്ടതായിട്ടുള്ള വിവരവും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. പൊങ്കലിന് ശേഷം ഇക്കാര്യത്തിൽ മറുപടി പറയാമെന്നാണ് വിജയ് നൽകിയ മറുപടി എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇത്തരമൊരു സഖ്യം നിലവിൽ വന്നാൽ DMK മുന്നണി തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വാഷ് ഔട്ടായി മാറാനുള്ള സാധ്യതയും ഏറെയാണ്.